ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് ചീര കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോര് കറിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പറഞ്ഞോട്ടെ, പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഇപ്പോൾ ഹൈപ്പ് ഓപ്ഷൻ കൂടെയുണ്ട്, ഹൈപ്പ് ഓപ്ഷനും കൂടെ ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനാൽ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 4-5 കൊച്ചുള്ളിയോ ചെറിയ സവാളയോ ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാമേ. അതിനോടൊപ്പം തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നേ. ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്ക് ഒരു പിടി ചീര ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൈപ്പിടിക്കകത്ത് ഒതുങ്ങുന്ന ചീരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് ചെറിയ തീയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിനോടൊപ്പം ലേശം ഉപ്പുകൂടെ ഇട്ട് കൊടുത്ത് വേണം തട്ടിപ്പൊത്തി വയ്ക്കാൻ കേട്ടോ. ഞാനത് ഉപ്പിടുന്ന വീഡിയോ മിസ്സായിപ്പോയി. ഇതുപോലെ നമുക്ക് തട്ടിപ്പൊത്തി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ലേശം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് തൈരും ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ചീരയുടെ വെള്ളമൊക്കെ ഏതാണ്ട് വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ നല്ലതായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ അടിച്ചെടുത്ത മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാമേ. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചൂട് ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള ചീരയിട്ടുള്ള മോര് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ ചീര വെച്ചുള്ള മോര് കറി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ എൻ്റെ കുഞ്ഞു റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.